അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1420. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബി ദർദാ റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു, അവിടുന്ന് പറഞ്ഞു: മൻ റദ്ദ അൻ ഇർദി അഖി, ആരെങ്കിലും അവൻ്റെ സഹോദരൻ്റെ അഭിമാനത്തെ തൊട്ട് തടഞ്ഞു വെച്ചാൽ, അഭിമാനം ക്ഷതപ്പെടുത്തലിനെ തൊട്ട് ആരെങ്കിലും തടഞ്ഞു വെച്ചു, അഥവാ സ്വന്തം സഹോദരനെ കുറിച്ച് ആരെങ്കിലും ഗീബത്ത് പറയുന്നു, അപ്പോൾ അങ്ങനെ പറയല്ല എന്ന് പറഞ്ഞ് അവനെ അതിൽ നിന്ന് തടഞ്ഞു വെച്ചു. അതല്ലെങ്കിൽ ജനമധ്യമായിട്ട് ഒരാളെ വഷളാക്കുമ്പോൾ അതിൽ ഇടപെട്ട് നമ്മൾ അവനെ രക്ഷപ്പെടുത്തിയാൽ റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമah, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവൻ്റെ മുഖത്തെ തൊട്ട് ശരീരത്തെ തൊട്ട് നരകത്തെ അല്ലാഹു തടഞ്ഞു വെക്കുമെന്നാണ്. അവൻ്റെ ശരീരം തീ സ്പർശിക്കുകയില്ല. അഭിമാനം, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അഭിമാനം എന്നുള്ളത് അവൻ്റെ രക്തത്തിന് തുല്യമാണ്. ആരെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തിയാൽ അവൻ്റെ മുഅ്മിനായ മനുഷ്യൻ്റെ രക്തം ചിന്തിയവന് സമമാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ച് മഹത്തുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരാളെയും നാം ഗീബത്ത് പറയരുത്. മറ്റൊരാൾ പറയുന്നുണ്ടെങ്കിൽ അത് കേട്ടു നിൽക്കാനും പാടില്ല. നമ്മളതിൽ നിന്ന് അവനെ പിന്മാറും. നമ്മളത് കൂടെ നിന്നുകൊണ്ട് അതിന് കൂടിക്കൊടുക്കുകയല്ല വേണ്ടത്. ആരെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് എന്തെങ്കിലും ഗീബത്ത് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കുകയോ വഷളാക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ നമ്മളതിങ്ങനെ മിണ്ടാതിരിക്കല്ല വേണ്ടത്. നമ്മളതിന് അവനോട് പറഞ്ഞു, ഗീബത്ത് സിനയേക്കാൾ ഗൗരവമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ശിക്ഷയും ഗൗരവവും മനസ്സിലാക്കി കൊടുത്ത് അവരെ ഇന്ന് മാറ്റി നിർത്തുകയാവുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇടപെട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അഭിമാനം ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ അല്ലാഹു തആല അവൻ്റെ ശരീരത്തെ തൊട്ട് നരകത്തെ തടയുമെന്നാണ്. അവൻ്റെ ശരീരം തീ സ്പർശിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നല്ല ഇടപെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.